മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഷക്കീല എന്ന അഭിനേത്രിയെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല. മറക്കാനാകാത്ത ഒരുപറ്റം ചിത്രങ്ങളും പാട്ടുകളുമൊക്കെയാണ് ഷക്കീല നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് കഴുത്തിന് സാരമായി പരിക്ക് പറ്റിയ ഷക്കീല 3 ലക്ഷം രൂപ ചിലവായി മാത്രമല്ല കഠിനമായ വേദനയെ തുടർന്ന് ആശുപത്രിയിലെത്തിയത്. മണിക്കൂറുകളോളം ഒരേ പൊസിഷനിൽ കിടന്ന് വീഡിയോ കാണുകയും ഗെയിം കളിക്കുകയും ഒക്കെ ചെയ്തത് തന്നെയാണ് ഷക്കീലയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് ഷക്കീല തന്നെ തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. ഒരു കാലത്ത് പ്രതിസന്ധിയിലായ മലയാള സിനിമയെ പിടിച്ചു നിർത്തിയതിൽ പ്രധാന പങ്ക് അഭിനേതാവ് എന്ന നിലയിൽ ഷക്കീലയ്ക്കുണ്ട്. നിരവധി ബി ഗ്രേഡ് ചിത്രങ്ങളിൽ അഭിനയിച്ച് കളം നിറഞ്ഞിരുന്ന ഷക്കീല മൊബൈൽ ഇന്റർനെറ്റിന്റെ വരവോടെയാണ് അഭിനയ ജീവിതത്തിന് താൽക്കാലികമായ വിരാമമിട്ടത്. സിൽക്ക് സ്മിത പ്രധാന വേഷം അവതരിപ്പിച്ച പ്ലേ ഗേൾസ് എന്ന തമിഴ് സിനിമയിൽ വേഷം ചെയ്തുകൊണ്ട് 18-ാം വയസ്സിലാണ് ഷക്കീല സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഇളമനസി കിള്ളാതെ എന്ന തമിഴ് ചിത്രത്തിലെ പ്രകടനത്തോടെ കൂടുതൽ ശ്രദ്ധേയയായി മാറി. കിന്നാരത്തുമ്പികൾ എന്ന മലയാള ചിത്രം വൻ വിജയമായിരുന്നു. ഇന്നും കിന്നാരത്തുമ്പികൾ എന്ന് പറഞ്ഞാൽ ഷക്കീലയെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഷക്കീലയെ കണ്ടാൽ കിന്നാരത്തുമ്പികൾ എന്ന ചിത്രം ഓർക്കാത്ത മലയാളികളും വളരെ കുറവായിരിക്കും. പിന്നീട് ഡ്രൈവിംഗ് സ്കൂൾ, സിസ്റ്റർ മരിയ തുടങ്ങിയ സിനിമകളിലെ വേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു. ബി ഗ്രേഡ് ചിത്രങ്ങൾക്ക് പ്രേക്ഷകർ കുറഞ്ഞതോടെ ഷക്കീല മുഖ്യധാരാ ചിത്രങ്ങളിലേക്ക് ചുവടുമാറ്റി. മോഹൻലാൽ നായകനായി എത്തിയ ഛോട്ടാ മുംബൈ, പൃഥ്വിരാജ് ചിത്രമായ തേജാഭായ് ആൻഡ് ഫാമിലി തുടങ്ങിയവയിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ രാത്രിയുടെ ഭാഗമായിരുന്നു എന്ന പേരിൽ ആത്മകഥയും ഷക്കീല പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വ്യക്തിജീവിതത്തിൽ ഏറെ പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ള ആളാണ് ഷക്കീല. ഇപ്പോൾ ഇതാ തന്റെ വ്യക്തിജീവിതത്തെയും കുടുംബത്തെയും കുറിച്ചെല്ലാം ഷക്കീല മനസ്സ് തുറന്നു. വീട്ടുകാർക്ക് താൻ പണം കായ്ക്കുന്ന മരമായിരുന്നുവെന്ന് ഷക്കീല പറയുന്നു. എപ്പോൾ കുത്തിയാലും പണം ലഭിക്കുന്ന ഒരു മെഷീൻ മാത്രമായിരുന്നു താൻ. ആരും തന്നെ ഒരു മനുഷ്യ ജീവിയായി പോലും പരിഗണിച്ചിരുന്നില്ല. തിരക്കുള്ള സമയത്ത് പോലും പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ കിട്ടിയ ചെക്കുകളെല്ലാം അമ്മയെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് ഷക്കീല പറയുന്നത്. താൻ നൽകിയ പണമെല്ലാം അമ്മ ചേച്ചി ഏൽപ്പിച്ചെന്നും അവർ പണമെല്ലാം സ്വന്തം അക്കൗണ്ടിൽ നിക്ഷേപിച്ചെന്നും ഷക്കീല പറയുന്നു. ചേച്ചി ഇപ്പോൾ കോടീശ്വരിയാണ്. താൻ അന്നന്നത്തെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. ഇപ്പോഴും കുടുംബത്തിലുള്ളവർക്കെല്ലാം താൻ സമ്പാദിച്ച പണം മാത്രം മതിയായിരുന്നു എന്നും ഷക്കീല പറയുന്നു. തന്റെ സാന്നിധ്യം കുടുംബത്തിലുള്ളവർക്ക് അരോചകമായിരുന്നു എന്ന് ഷക്കീല പറയുന്നു. ജീവിതത്തിൽ 20 പേരെയെങ്കിലും പ്രണയിച്ചിട്ടുണ്ട്. എല്ലാം വിവാഹം എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു. എന്നാൽ വിധി എല്ലാം മാറ്റിമറിച്ചു. പ്രണയബന്ധങ്ങളെല്ലാം പരാജയമായിരുന്നുവെന്നും ഷക്കീല പറഞ്ഞു. സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഭാവിയിൽ ആരായിത്തീരണമെന്ന് അധ്യാപകർ ചോദിക്കുമ്പോൾ ഹൗസ് വൈഫ് ആവണമെന്നായിരുന്നു തന്റെ മറുപടിയെന്നും ഷക്കീല പറയുന്നുണ്ട്. എന്നാൽ ഷക്കീലയുടെ ആഗ്രഹങ്ങളെല്ലാം മടുത്തു തുടങ്ങിയിരുന്നു. ഷക്കീല ഇപ്പോൾ തന്റെ വളർത്തുമകൾക്കൊപ്പമാണ് ജീവിച്ചിരുന്നത് കുറേ നാൾ. എന്നാൽ വളർത്തുമകളും ഇടയ്ക്ക് ഉപദ്രവിച്ചു എന്ന വാർത്ത, ഷക്കീലയ്ക്ക് തലക്കടിച്ചു എന്ന വാർത്ത നമുക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തന്റെ ആരോഗ്യത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഷക്കീല രംഗത്തെത്തിയിരുന്നു. പണം പോയത് മാത്രമല്ല, തനിക്ക് ഒരുപാട് വേദന സഹിക്കേണ്ടി വന്നിരുന്നു എന്നും ഷക്കീല തുറന്നു പറഞ്ഞിരുന്നു.